Hello friends, welcome to SAT, Center Institution Center Madathumbadi and Puthambelikara. Free education to all. Please subscribe to our YouTube channel for new updated videos and also visit centextintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 സെറ്റ്സിലെ പാർട്ട് 6 more problems on empty set, finite set, infinite set and equal sets. empty സെറ്റും finite സെറ്റും infinite set, equal set ഒക്കെ ഇല്ലേ, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ നൾ സെറ്റ്? എന്താ ഈ നൾ സെറ്റ്? എംപ്റ്റി സെറ്റ് ആണ്, അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, ഒരൊറ്റ മെമ്പേഴ്സ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ, ഇതിന് മുന്നേ ഉള്ള 5 വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കാണുക, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, പ്ലീസ് വിസിറ്റ് പാർട്ട് 1 to 5 before watching this video. The question is, set of odd natural numbers divisible by 2. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യ. ഒറ്റ സംഖ്യകളെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് എ നൾ സെറ്റ്. അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാവില്ല. എ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 ഈസ് എ നൾ സെറ്റ്. എങ്ങനെയുള്ള സെറ്റാണ്? നൾ സെറ്റ്. ദിസ് ഈസ് അവർ ആൻസർ. Because no odd number is divisible by 2. Okay, clear? Next question. Set of even prime number. Even prime number. Prime number എന്താണ് നമ്മൾ ഇതിനു മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? നമുക്കറിയാം 2 മാത്രമാണ് ഈവൻ പ്രൈം നമ്പർ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും എന്താണ്? ഓടാണ്, അഭാജ്യ സംഖ്യകൾ. അപ്പോൾ 2 ഉണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് നൾ സെറ്റ് അല്ല. ക്ലിയർ? എ സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പർ ഈസ് നോട്ട് എ നൾ സെറ്റ്. അത് നൾ സെറ്റ് അല്ല, നോട്ട് എ നൾ സെറ്റ്. ബിക്കോസ് 2 ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ. 2 ഉണ്ട് അതിനകത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ഈസ് നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ ആയിരിക്കണം, ആൻഡ് എക്സ് ലെസ് ദാൻ 5, 5-ൽ താഴെ ആയിരിക്കണം. 5-ൽ താഴെ എന്ന് പറയുമ്പോൾ 4, 3, 2, 1 അങ്ങനെ സംഖ്യകൾ. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7, 7 കൂടുതൽ എന്ന് പറയുമ്പോൾ 8, 9, 10 അങ്ങനെ. അതായത് എക്സ് എന്ന് പറയുന്നത് അത് 7-നേക്കാളും വലുതുമായിരിക്കണം, 5-നേക്കാൾ ചെറുതുമായിരിക്കണം. അങ്ങനെ ഒരു സംഖ്യ ഉണ്ടോ? ഒരേ സമയം 7-നേക്കാൾ വലുതും 5-നേക്കാളും ചെറുതുമായിട്ട്? ഇല്ല. ഒന്നിലേക്ക് 5-നേക്കാൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ 7-നേക്കാൾ വലുതായിരിക്കും. അല്ലാണ്ട് രണ്ടും വരുന്ന ഒരു സംഖ്യ ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു നൾ സെറ്റ് ആണ്. ക്ലിയർ? The set of all x is a natural number, x less than 5 and x greater than 7 is a null set. എന്താണ്? ഒരു നൾ സെറ്റ് ആണ്. Because a number cannot be simultaneously, എന്ന് വെച്ചാൽ ഒരേ സമയം less than 5 and greater than 7, 5 താഴെയും 7-ൽ വലുതും ആവില്ല. അടുത്തത്, y, the set of all y is a point common to any 2 parallel lines. ഏതെങ്കിലും 2 പാരലൽ ലൈൻസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ്. നമുക്കറിയാം പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ നേരെ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ. ഈ പാരലൽ ലൈൻസ് കൂട്ടിമുട്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കോമൺ പോയിന്റ് ഉണ്ടാവുക? പൊതുവായ ബിന്ദു. പൊതുവായ ബിന്ദു എന്ന് പറയുന്നത് ഇതാണ്, ഉണ്ടോ? ക്ലിയർ? അങ്ങനെ വരാത്തത് കൊണ്ട് ഇതെന്താണ്? നൾ സെറ്റാണ്. ക്ലിയർ ആണോ? ഓക്കെ. So, any 2 parallel lines is a null set. എന്താണ്? null set ആണ്. Because എന്താണ്? parallel lines do not intersect. parallel lines തമ്മിൽ എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. അപ്പോൾ ആദ്യത്തെ എന്താണ്? null set ആണ്. null set ആണ്. രണ്ടാമത്തത് null set ആണോ? അല്ല, null set അല്ല, not a null set. മൂന്നാമത്തതോ? മൂന്നാമത്തത് null set ആണ്. നാലാമത്തതും എന്താണ്? null set ആണ്. ഇതിനകത്ത് ഈ സെക്കൻഡ് വണ്ണ് മാത്രമാണ് നൾ സെറ്റ് അല്ലാത്തത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫിനിറ്റ് ഓർ ഇൻഫിനിറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഫിനിറ്റ് സെറ്റ് എന്നാണ്, ഇൻഫിനിറ്റ് സെറ്റ് എന്താണ്? ഫിനിറ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് നമ്പർ, ഇപ്പോൾ 1 മുതൽ 10 വരെ പറയാൻ നമുക്ക് പറയാൻ പറ്റും. 1-നേക്കാളും വലുതെന്ന് പറഞ്ഞാലോ ഒരുപാട് സംഖ്യകളുണ്ട്, അപ്പോൾ അത് ഇൻഫിനിറ്റ് ആയി. കണ്ടോ? നോക്കാം നമുക്ക്. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. ഒരു മാസത്തിലെ ഒരു വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം നമുക്കറിയാം. ജനുവരി തുടങ്ങി എന്താണ് ഡിസംബർ വരെ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുമല്ലോ? എഴുതാൻ പറ്റും.
സോ ഇറ്റ് ഈസ് എന്താണ് ഫിനിറ്റ്. അത് ഫിനിറ്റ് സെറ്റ് ആണ്. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് ഇയർ ഈസ് എ ഫിനിറ്റ് സെറ്റ് ബിക്കോസ് എന്താണ് ഇറ്റ് ഹാസ് 12 എലമെന്റ്സ്. ഏതൊക്കെയാണ് 12 എലമെന്റ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ ഡിസംബർ വരെ. ക്ലിയർ? ഇനി നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് 1, 2, 3 കുത്തു. നമുക്കിങ്ങനെ കുത്തുകൂത്തിട്ട് അങ്ങനെ എന്തിനായിരിക്കും? ഇൻഫിനിറ്റ് സെറ്റ് എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് ഈ കുത്തുകൂത്ത്. അപ്പോൾ ഒന്നും നോക്കാനല്ല, ഇതെന്താണ്? ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ക്ലിയർ? 1, 2, 3 is an infinite set as it has infinite number of natural numbers. ഇത് എണ്ണൽ സംഖ്യകളാണ്. അതെന്താണ്? ഇൻഫിനിറ്റ് നമ്പേഴ്സ്. 1 മുതൽ അങ്ങോട്ട് അറ്റം വരെ അങ്ങൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 1, 2, 3 എക്സെട്ര ടു 99. അവസാനം ഒരു 100 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 1 മുതൽ 100 വരെ 100 ആൾക്കാരിനകത്ത് ഇടയിലുണ്ടാവും. മനസ്സിലായോ? അതെന്ത് സെറ്റാണ്? ഫിനിറ്റ് സെറ്റാണ്. It is a finite set because the number from 1 to 100 are finite in number. Okay, അപ്പോൾ ഇതെന്ത് സെറ്റാണ്? ഫിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇത് ഫിനിറ്റ് ആണ്. ആദ്യത്തെ ഫിനിറ്റ്, രണ്ടാമത്തതല്ല കേട്ടോ. രണ്ടാമത്തെ ഇൻഫിനിറ്റ്. ഇനി നാലാമത്തെ, ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100ൽ വലിയ പോസിറ്റീവ് സംഖ്യകൾ. എൻ്റെ പൊന്നെ, ഇത് ദൂരം കുറേ ഉണ്ട് അല്ലേ? സോ ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഇതെന്ത് സെറ്റാണ്? Infinite set. The set of positive integers greater than 100 is an infinite set because positive integers greater than 100 are infinite in number. എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണും. ഓക്കെ. ഇപ്പോൾ നമ്മൾ 0.1, 2.3 എന്നൊക്കെ എഴുതൂലേ? അപ്പോൾ ഈ 2 ആണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻറ്റിജർ. 0 ഇൻറ്റിജർ. 1.5 പിന്നെ 1 എന്താണ്? ഇൻറ്റിജർ. അതുപോലെ 100.7 എന്ന് പറയുമ്പോൾ 100 ഇൻറ്റിജർ. 100.2 എന്ന് പറയുമ്പോൾ 101 എന്താണ്? ഇൻറ്റിജർ. അങ്ങനെ എന്തോരം ഇൻറ്റിജർ എഴുതാൻ പറ്റും? 100ന് ശേഷം ഒരുപാട് എഴുതാം. സോ ഇറ്റ് ഈസ് എ എന്താണ്? ഇൻഫിനിറ്റ് സെറ്റ്. ക്ലിയർ? ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. 99 താഴെയുള്ള പ്രൈം നമ്പർ. നമുക്ക് 99 താഴെ എന്ന് പറയുമ്പോൾ 99 വരെ എഴുതിയാൽ മതി. അപ്പോൾ അതെന്താണ്? ഒരു ഫിനിറ്റ് സെറ്റാണ്. സെറ്റ് ഓഫ് പ്രൈം നമ്പർ ലെസ് ദാൻ 99 ഈസ് എ ഫിനിറ്റ് സെറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഫിനിറ്റ് സെറ്റ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫിനിറ്റ് സെറ്റാണ്. ഫിനിറ്റ് സെറ്റ്. രണ്ടാമത്തത് എന്താണ്? ഇൻഫിനിറ്റ് സെറ്റാണ്. ക്ലിയർ? മൂന്നാമത്തതോ? ഫിനിറ്റ്. ഓക്കെ. നാലാമത്തതോ? ഇൻഫിനിറ്റ്. അഞ്ചാമത്തതോ? ഫിനിറ്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. State whether each of the following set is finite or infinite. വീണ്ടും same type of question ആണ്. The set of lines which are parallel to the x-axis. x-axisന് parallel ആയിട്ടുള്ള lines. It's an infinite set. ഇതൊരു infinite set ആണ് because line parallel to the x-axis are infinite number. ഇപ്പോൾ നമുക്ക് രണ്ട് ആക്സിസ് ഉണ്ടെന്ന് അറിയാം അല്ലേ? ഇതാണ് x-axis. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് എന്ത്? y-axis. x-axisന് parallel ആയിട്ട് എത്ര ലൈൻ വരയ്ക്കാൻ പറ്റും? ഇഷ്ടംമാരെ ലൈൻ വരയ്ക്കുക. ഉണ്ടോ? സോ ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അത് 26 അക്ഷരങ്ങൾ നമുക്കറിയാലോ. ഇറ്റ് ഈസ് എന്താണ്? ഫിനിറ്റ്. ഫിനിറ്റ് സെറ്റാണ്. ഫിനിറ്റ് സെറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് 26 എലമെന്റ്സ്. ക്ലിയർ? അടുത്തത് ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ ഗുണിതങ്ങൾ. എത്ര എഴുതാൻ പറ്റും? എൻ്റെ പിന്നെ കുറേ എഴുതാം. സോ ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് സെറ്റാണ്. ഓക്കെ. ഇനി ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ ജീവിക്കുന്ന ജീവികൾ. നമുക്കത് എണ്ണാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അത് ജീവികൾ ഇത്ര ജീവി ഉണ്ടെന്ന് പറയാൻ പറ്റൂലേ? അപ്പം അതുകൊണ്ട് എന്താണ്? അത് ഫിനിറ്റ് ആണ്. ഓക്കെ. ദ സെറ്റ് ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ 0, 0. അത് ഇൻഫിനിറ്റ് ആണ്. എന്താണെന്ന് പറയാം അതിൻ്റെ അർത്ഥം നോക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ കോർഡിനേറ്റ്സ് വരയ്ക്കുമ്പോൾ ഈ പോയിന്റിനെയാണ് നമ്മൾ 0, 0 എന്ന് പറയുന്നത്. ഓക്കെ. ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം, ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം, ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം. ഉണ്ട്, അതിലൂടെ കടന്നു പോകണമെന്നേ ഉള്ളൂ. ഉണ്ടോ? ഇഷ്ടംമാരെ സർക്കിൾ വരയ്ക്കാം. അതുകൊണ്ട് എന്താണ്? ഇൻഫിനിറ്റ്. അപ്പോൾ അവസാനത്തെ ഇൻഫിനിറ്റ്. തൊട്ടുമുന്നേ എന്താണ്? അനിമൽസ്. എത്ര അനിമൽസ് ഉണ്ട് ഭൂമിയിൽ? അത് ഫിനിറ്റ്. ഫിനിറ്റ് സെറ്റാണ്. പിന്നെന്താണ്? സെറ്റ് ഓഫ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ 5. 5ന്റെ ഗുണിതങ്ങൾ ഇൻഫിനിറ്റ് ആണ്. ലെറ്റേഴ്സ് എന്താ? ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 എലമെന്റ്സ് ഉണ്ട്. സോ അത് ഫിനിറ്റ് ആണ്.
ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാർട്ട് ടു എക്സ് ആക്സിസ്. ഒരുപാട് ലൈൻ വരയ്ക്കാൻ പറ്റും. അതെന്താണ്? ഇൻഫിനിറ്റ് ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈസ് ഈക്വൽ ടു ബി ഓർ നോട്ട്. എയും ബിയും സെയിം ആണോ അല്ലയോ എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എ ഈക്വൽ ടു ബി ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? എ ഈക്വൽ ടു ബി. എയും ബിയും തുല്യമല്ലെങ്കിലോ എ നോട്ട് ഈക്വൽ ടു ബി. ക്ലിയർ? ഏതെങ്കിലും ഒരു സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുക. നോക്കാം. എയും ബിയും തുല്യമാണെങ്കിൽ എയിലെ എല്ലാ എലമെൻറ്റ്സും ബിയിൽ വേണം. ഇവിടെ എ ഉണ്ട്, ഇതിവിടെ ഉണ്ടോ നോക്കൂ. എവിടെ കിടപ്പുണ്ട്? ഓർഡർ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ബി, ഇവിടെ ഇവിടെ ഉണ്ട്. സി, ഇവിടെ സി ഉണ്ട്. ഡി ഇവിടെ ഉണ്ട്. യെസ്, എ ഈക്വൽ ടു ബി. അപ്പോൾ the order in which the elements of set are listed is not significant. Therefore A is equal to B. രണ്ടിലും സെയിം ആണ്. ക്ലിയർ? ഇനി അടുത്തതിൽ എ നോക്കാം. എയിൽ 4 ഉണ്ട്, ബിയിൽ 4 ഉണ്ടോ? ഉണ്ട്. 8 ഉണ്ട്, ബിയിലുണ്ടോ? ഉണ്ട്. 12 ബിയിലില്ല. ബിയിൽ 12 ഇല്ല. സോ ഇറ്റ് ഈസ് എ നോട്ട് ഈക്വൽ ടു ബി. ക്ലിയർ? 12 is not belongs to B. ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്ന പേരാണ് ബിലോങ്സ്. കേട്ടാ? അടുത്ത് നോക്കാം. 2 ഇവിടെ ഉണ്ട്. ഇവിടെ വെറുതെ കണ്ടോ സെറ്റ് ബിൽഡർ ഫോം ആണ് നേക്കണം. അപ്പം നമ്മളായിട്ട് എന്ത് എഴുതണം? നമ്മൾ കണ്ടെത്തണം ബി എന്താണെന്ന്. നോക്കാം. ബി ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് എന്താണ് പറഞ്ഞേക്കണേ? 10 താഴെ ആയിരിക്കണം, 10 ആവാം. പോസിറ്റീവ് ഈവൺ ഇൻറ്റീജർ ആയിരിക്കണം. അപ്പം ഇരട്ട സംഖ്യകൾ 2, 4, 6, 8, 10 ആകാം. കാരണം ഇവിടെ വരയിട്ടാണല്ലോ 10. ഓക്കെ, ക്ലിയർ? ഇനി 2 ഉണ്ട്. 4 ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. 6, 8, 10 അതും ഇവിടെ ഉണ്ട്. സോ എ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, സോ എ ഈക്വൽ ടു ബി. അടുത്തത് നോക്കാം. എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. 10ന്റെ ഗുണിതങ്ങൾ. ഓക്കെ, ബി എന്ന് പറഞ്ഞ് നോക്കിയാൽ 10, 15, 20, 25 ആണ്. ഇത് ഈക്വൽ ആണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആണോ? നോട്ട് ഈക്വൽ. എന്തുകൊണ്ടാണ് ഈക്വൽ അല്ലാത്തത്? ഇവിടെ 10ന്റെ ഗുണിതങ്ങളിൽ 0 അവസാനിക്കുന്ന ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണത്? എയിൽ 10, 20, 30, 40 അങ്ങനെ. ഇവിടെ പക്ഷേ 5ന്റെ ഗുണിതങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് 15 ഒരിക്കലും എവിടെ വരില്ല? എയിൽ വരില്ല. 25 ഒരിക്കലും എയിൽ വരില്ല. അപ്പം അതുകൊണ്ട് എയും ബിയും ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി. ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ആർ ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ് ഈക്വൽ? ഗീവ് റീസൺ. താഴെ തന്നിരിക്കുന്ന സെറ്റ് ഈക്വൽ ആണ്. നോക്കാം. സെറ്റ് എ 2, 3. ഇനി സെറ്റ് ബി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് x² + 5x + 6 = 0. അപ്പം നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. ഇത് ബി എന്താണ് കണ്ടെത്തണം. അപ്പം നിങ്ങൾ b² - 4ac ഉപയോഗിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അല്ലാണ്ട് മിഡിൽടൺ സ്പ്ലിറ്റിംഗ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഇനി മെത്തേഡ് മിഡിൽടൺ സ്പ്ലിറ്റിംഗ് മെത്തേഡാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യണത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് കാണാം. അപ്പോൾ ഏത് തന്നേക്കണേ? 2, 3. ബി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് x² + 5x + 6 = 0. നിങ്ങളത് b² - 4ac വെച്ച് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയാം, 2 സംഖ്യകൾ കൂട്ടുമ്പോൾ സമ്മ് 5 വരണം, ഗുണിക്കുമ്പോൾ 6 വരണം. അങ്ങനെയുള്ള 2 സംഖ്യകൾ നമ്മൾ എടുക്കുന്നു. അങ്ങനെയുള്ള x+2 × x+3. ഓക്കെ. അപ്പോൾ എക്സിൻ്റെ വില എന്താണ്? -2. എക്സിൻ്റെ വില എന്താണ്? -3. നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോളിനോമിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വീഡിയോസ് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാം. നോക്കൂ, ഇവിടെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 6 കിട്ടണം. ഗുണിച്ചാൽ അപ്പോൾ 3 × 2 6 ആണ്. ക്ലിയർ? അതേ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഈ നടുവിലത്തെ സംഖ്യയും കിട്ടണം. ഓക്കെ, അപ്പോൾ അത് 5 ആണ്. അപ്പോൾ എൻ്റെ സംഖ്യകൾ ശരിയാണ്, 3ഉം 2. അങ്ങനെ ഈ നടുവിലത്തെ സംഖ്യ ഞാൻ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ? 3x + 2x. അപ്പോൾ ഇതെങ്ങനെ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ x² + 3x + 2x + 6. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 ടേമിൽ നിന്നും കോമൺ ആയിട്ടുള്ള ആൾ പുറത്തെടുക്കണം. x പുറത്തെടുത്തു. അപ്പോൾ x + 3. മനസ്സിലായോ? അതേപോലെ ഇവിടെ നമുക്ക് എന്തോ പുറത്തെടുക്കാൻ പറ്റും? കോമൺ ആയിട്ട് 3 എടുക്കാൻ പറ്റും.
3 എടുക്കാൻ പറ്റും, സോറി 2 എടുക്കാൻ പറ്റും. 2 എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 3. ക്ലിയർ? അപ്പോൾ ഈ 2 പ്രാവശ്യം വന്നേക്കണുണ്ട് എക്സ് പ്ലസ് 3, അത് ഒരെണ്ണമായിട്ട് എടുക്കുക. ബാക്കി പുറത്ത് കിടക്കുന്ന ഈ എക്സും പ്ലസ് 2 കൂടി ചേർത്തിട്ട് അടുത്ത ഫാക്ടറായിട്ട് എടുക്കുക. അങ്ങനെ 2 ഫാക്ടർ. ഓക്കെ, അതിനകത്ത് എക്സ് പ്ലസ് 2 ഒന്നില്ലെങ്കിൽ 0 ആകണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 3 ഒന്നില്ലെങ്കിൽ 0 ആകണം. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് 2 0 എന്ന് എടുക്കണം. അപ്പോൾ എക്സിൻ്റെ വില എന്തായിരിക്കും? +2 അപ്പുറത്തേക്ക് പോയാൽ -2. ക്ലിയർ? അതുപോലെ നമ്മൾ എക്സ് പ്ലസ് 3 0 എന്ന് എടുക്കുന്നു. എക്സ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ +3 അപ്പുറം ചെന്നാൽ -3. അപ്പോൾ ബി എന്ന് പറഞ്ഞ സെറ്റിൽ -2 -3, എ എന്ന് പറഞ്ഞ സെറ്റിലോ 2ഉം 3ഉം ഈക്വൽ ആണോ? അല്ല, ഇവിടെ 2 ആണ്, ഇവിടെ എന്താണ്? -2 ആണ്. സോ എ നോട്ട് ഈക്വൽ ടു ബി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, the set of Alex such that X is a letter in the word follow, Y is a letter in the word WOLF. നോക്കാം. ഫോളോയിൽ നമ്മൾ എഴുതുമ്പോൾ എഫ് ഒരു പ്രാവശ്യം എഴുതി, ഒ എഴുതി, എൽ രണ്ടെണ്ണം പക്ഷേ ഒരെണ്ണം എഴുതുള്ളൂ, ഒ പിന്നെ എഴുതില്ല, ഡബ്ല്യു, FOLW. ബിയിൽ നമ്മൾ എഴുതുമ്പോൾ എന്താണ്? WOLF. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് രണ്ടും സെയിം ആണ്. നമ്മൾ പഠിച്ചങ്ങനെ തിയറി പ്രകാരം ഒ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം എഴുതുള്ളൂ, അതുകൊണ്ടാണ് ഒ എഴുതി ഒരെണ്ണം എഴുതിയത് കേട്ടോ. എൽ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ ഒരെണ്ണം എഴുതാൻ പാടുള്ളൂ. ഇവിടുത്തെ എഫും ഇവിടെ എഫ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒ ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ എൽ ഉണ്ട്, ഇവിടെ എൽ ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഡബ്ല്യു ഉണ്ട്, ഇവിടെ ഡബ്ല്യു ഉണ്ടോ? ഉണ്ട്. അപ്പോൾ രണ്ടും എന്താണ്? സെയിം ആണ്, ഈക്വൽ സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ സെറ്റ് ഗീവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. ഇത് നിങ്ങൾ തനിയെ ചെയ്യണം, തനിയെ വർക്കൗട്ട് ചെയ്യട്ടോ. എ ബി സി ഡി ഇ എഫ് ജി എച്ച്, ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള സെറ്റ് ഏതാണ്? ബി ഈക്വൽ ടു ഡി. നിങ്ങൾ ചെയ്ത് നോക്കുക. ബിയും ഡിയും ഇവർ രണ്ടുപേരും എന്താണ്? ഈക്വൽ ആണ്. ചെയ്ത് നോക്കൂ കേട്ടോ. അതിനകത്ത് എല്ലാ എലമെന്റ്സും 1 2 3 4 ഇവിടെയുണ്ട്, ഇവിടെയും 1 2 3 4. ആൻഡ് ഇ ഈസ് ഈക്വൽ ടു ജി. ഇയും ജിയും -1 1 1 -1. Okay, visit part 7, subset and power sets. Thank you. Please subscribe to our YouTube channel for new updated videos. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് പിന്നീടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് all these videos. Thank you.